അപ്പോൾ നമുക്കിന്ന് ഹീരാമന്തി ഇപ്പോൾ ഇൻസ്പയർഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇൻസ്പയർഡ് ആണ്, ഫുൾ അലുക്കൊന്നുമല്ല. സോ ഫസ്റ്റ് തന്നെ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അതിനെക്കുറിച്ച് കുറച്ച് കേട്ടിട്ട് വരാം. ഹലോ, അപ്പോൾ ഇന്നൊരു ടെസ്റ്റ് നടത്താം. എന്ത് ടെസ്റ്റാണ്? സോ ഇതാണ് സ്കിൻ ഡിറ്റക്ടർ കേട്ടോ. നമ്മളിങ്ങനെ എത്രത്തോളം മോയ്സ്ചറുണ്ട് കാര്യങ്ങളൊക്കെ ഇതിൽ നോക്കി കാണാൻ പറ്റും. നോക്കൂ, റെഡാണ്, അത്രയും ദുരന്തം പിടിച്ചൊരവസ്ഥയാണ്. സോ നമ്മളിനി അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ ഡെർമാക്കോടെ 5% പ്രൊപ്പലൈൻ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആട്ടോ. ഇത് അടിപൊളിയാണ്. ഞാൻ മുമ്പും കാണിച്ചു ഷോർട്സിലൊക്കെ. പ്രൊപ്പലൈൻ ഗ്ലൈക്കോളും ഹൈലറോണിക് ആസിഡും സെറമൈഡ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു സംഭവമാണിത്. ഇത് ആക്ച്വലി നിങ്ങളിപ്പോൾ ഒരുപാട് തിങ്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇത് ബെസ്റ്റാണ്. ഭയങ്കര പൈസ കുറവിൽ നമുക്ക് മേടിക്കാൻ പറ്റിയ നല്ലൊരു മോയ്സ്ചറൈസറാണ്. നല്ല ഡ്രൈ സ്കിന്നാണെങ്കിൽ എന്തായാലും പറ്റും. പിന്നെ നിങ്ങൾ ഡെർമാക്കോന്ന് വാങ്ങുകയാണെങ്കിൽ അവർ ഓൾറെഡി 15,000 സ്റ്റുഡൻറ്റിൽ ഈ ഇയറിൽ തന്നെ അവരുടെ സയൻറ്റിഫിക് എഡ്യൂക്കേഷൻ ഭൂമി എന്ന പ്രൊജക്റ്റിലൂടെ എംപവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊരു ഭയങ്കര അലർജി ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഡെർമാക്കോയുടെ പ്രൊഡക്ട്സ് ഒക്കെ ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. അപ്പോൾ അത്രയുള്ളൂ. പിന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് റിസൾട്ട് ഉണ്ട്. ആക്ച്വലി ഞാൻ ഞെട്ടിപ്പോയി. ബിക്കോസ് ഞാൻ ഇതിന് മുമ്പ് പലതവണ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പ്രാവശ്യം എന്തോ മാത്രമേ പച്ച വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വിചാരിക്കും ഇത് നാശമായിട്ടുണ്ടോന്ന്. പക്ഷെ അതല്ല, നല്ല പ്രൊഡക്റ്റ്, നല്ല മോയ്സ്ചറൈസേഷൻ വന്നാൽ മാത്രമേ കറക്റ്റ് ഒരു കാണിക്കുന്നുള്ളൂ. പിന്നെ ഡെർമാക്കോ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പർപ്പിളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് 20% ഓഫും കിട്ടും. അപ്പോൾ എന്തായാലും വാങ്ങില്ല, കൂപ്പൺ കോഡ് യൂസ് ചെയ്തു. എനിക്ക് അതിന് മോണിറ്ററി ബെനിഫിറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ നിങ്ങളുള്ളതുകൊണ്ട് പറയാണ്. അപ്പോൾ അത്രയുള്ളൂ. ഇപ്പോൾ എല്ലാവരും അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. ആ ഒരു ചേഞ്ച് നോക്കൂ. അതിനുശേഷം നമ്മളൊരു ഇലുമിനേറ്ററാണ് അപ്ലൈ ചെയ്യുന്നത്, കളർ ബാറിൻ്റെ. പിന്നെ ഞാൻ ഈ വെബ് സീരീസ് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ എനിക്കങ്ങനെ, ഞാൻ പറഞ്ഞില്ല, കറക്റ്റ് അങ്ങനെ ഒരു ഇൻസ്പയർഡ് അങ്ങനെയൊന്നുമല്ല. എനിക്കിത് കണ്ടപ്പോൾ എനിക്കൊരു ലെഹങ്കയിൽ ഭയങ്കര ഒരു ഒരു ലുക്ക് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം വന്നു. അതാണ് സത്യം. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാണ്. പിന്നെ ഇതാ എന്താ പറയുക, ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു. ഹുദ ബ്യൂട്ടിയുടെ കേട്ടോ. ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ മേടിച്ചിട്ട് കുറേ വെച്ചാൽ എക്സ്പയർ ആയിട്ട് നിങ്ങൾ പഠിക്കണ്ട. എന്നാലും കുറച്ച് കാലമായി. പക്ഷേ ഞാനിതിങ്ങനെ ഉപയോഗിച്ചത് ഭയങ്കര കുറവാണ്. ഇതാണെങ്കിൽ എൻ്റെ എക്സാക്ട് സെയിം ഷെയ്ഡാണ്. നോക്കൂ, ഇട്ടുവെന്ന് പോലും തോന്നില്ല. അത് ടൈപ്പ് ഓഫ് ഒരു ഇട്ടു എന്നൊക്കെ തോന്നുന്നുണ്ടാവും, കാരണം സ്കിൻ ഭയങ്കര അടിപൊളിയല്ലോ. പക്ഷെ അങ്ങനെയല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. പിന്നെ നല്ല മോയ്സ്ചറൈസർ ഇലുമിനേറ്ററൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് ഇത് നല്ലൊരു ഹെവി ഫൗണ്ടേഷൻ ആണെങ്കിലും നമുക്ക് നല്ല രസത്തിൽ ഗ്ലോ പോലെ നിൽക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ ഒരു 4-in-1 ബ്രഷ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു വെബ് സീരീസിനെ കുറിച്ച്. ഞാനങ്ങനെ ഇതാക്കിയിട്ടില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ കണ്ടിട്ട് അതിൽ നിന്നൊരു താല്പര്യ കക്ഷിയായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. പിന്നെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ഇതിലൊരു മൂക്കുത്തി ഉണ്ട്. അത് ഭയങ്കര അടിപൊളിയാന്ന് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ മൂക്കിൽ നിന്ന് കണക്ട് ചെയ്ത് ചെവിയിലെത്തണം ആ മൂക്കുത്തി. അത് എനിക്ക് പക്ഷേ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം വേറെ ലുക്കിന് ചെയ്യാം. അതിനുശേഷം നമ്മളൊരു സ്കിൻ ടിൻറ്റും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫാൻസി ബ്യൂട്ടിയുടെ ആണ്. ഞാൻ ഇതിൻ്റെ ഒരു ഡ്യൂപ്പ് ലിങ്ക് ചെയ്യാട്ടോ നിങ്ങൾ ആവശ്യം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നൈക്കിൽ നിന്ന് കിട്ടുന്നതാണ്. അതിനുശേഷം നമ്മളൊരു ഷുഗറിൻ്റെ തോന്നുന്നു ഒരു പൗഡർ അപ്ലൈ ചെയ്തു. ആൻഡ് നമ്മൾ ഹൂല ബ്രോൺസോ ഞാൻ ഇടയ്ക്ക് പുറത്തേക്ക് എടുക്കും. എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമായി സാധനം. ഇടയ്ക്ക് ഞാൻ അത് പുറത്തേക്ക് എടുക്കും. ഇത് എത്ര കാലമെന്ന് അറിയോ. ഇത് പ്രൊഡക്റ്റ് അടിപൊളിയാന്ന് പറയുന്നത് വെറുതെ നല്ലത്. ശരിക്കും പ്രൊഡക്റ്റ് അടിപൊളിയാണ്ട് തന്നെയാണ്. അടിപൊളി സാധനമാണ്. നിങ്ങൾക്ക് ഇത് ഒരെണ്ണം മേടിച്ചാൽ ഭയങ്കര ചേഞ്ച് കാണാൻ പറ്റും. ഐബ്രോസ് ഞാൻ ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ബ്ലഷ് പാക്കിൻ്റെയും സാറാ സുരേഷിൻ്റെയും കൊളാബറേഷനിലുണ്ടായ ഒരു ബ്ലഷാണ്. അത് അപ്ലൈ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ വേറെ ബ്ലഷ് അപ്ലൈ ചെയ്യും കേട്ടോ. എനിക്ക് കുറച്ചും കൂടി കളർ വേണമെന്ന് തോന്നിയിട്ട്. ഇത് കുറച്ചൊരു നാച്ചുറൽ ലുക്കിനാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ സ്വന്തം ഹൂള ബ്രോൺസർ നമ്മൾ വീണ്ടും ഇട്ടുക്കും. എന്നിട്ട് നമ്മൾ കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യും. എനിക്കിന്ന് ഹെവി ഐ മേക്കപ്പ് ഒന്നും വേണമെന്ന് തോന്നിയില്ല. പിന്നെ ഞാൻ കുറേ ഇവരെ റീൽസൊക്കെ കണ്ടപ്പോൾ ഐ മേക്കപ്പ് രസമുണ്ട്, പക്ഷേ ഭയങ്കര ഹെവി ആയിട്ട് കൊടുക്കാണ്ട് ചില ഇത് ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി അത് രസമായിരുന്നു. അതിനുശേഷം ഞാൻ ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു കണ്ണിന് മുകളിൽ തിളങ്ങണ സാധനം, ഇത് അടിപൊളിയായിട്ട് ഒറ്റ സെക്കൻഡിൽ നിങ്ങളുടെ ഐ മേക്കപ്പ് കഴിഞ്ഞു. പക്ഷെ എന്തോ ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുകയും ചെയ്യും. അങ്ങനെ തോന്നിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ തിരിച്ചു വന്നിട്ട് ഞാനിങ്ങനെ നോക്കുകയാണ് രസമുണ്ടോ എന്ന്. പിന്നെ ഞാൻ കുറച്ചും കൂടി അങ്ങോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ഒരു മസ്കര അപ്ലൈ ചെയ്തു. ഇത് റെയർ ബ്യൂട്ടിയുടെ മസ്കരയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മസ്കര. പക്ഷെ പെട്ടെന്ന് ഡ്രൈ ആവും. അത് ഭയങ്കര വലിയൊരു പ്രശ്നമാണ് ഈ മസ്കരയുടെ. പെട്ടെന്ന് ഡ്രൈ ആവും. പെട്ടെന്ന് ഡ്രൈ ആവും. പക്ഷേ അടിപൊളി മസ്കാരയാണ്. എനിക്ക് സങ്കടം വന്നു. പിന്നെ ഇത് ഹൗസ് ഓഫ് മേക്കപ്പ് അങ്ങനെ എന്തോ ഒരു ബ്രാൻഡിൻ്റെ ഒരു ബ്ലഷാണ്. അവരെ കുറച്ച് പ്രൊഡക്ട്സ് ഇപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ട് വരുന്നുണ്ട്. അതിനുശേഷം ഇത് ഏതാ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ പഴയ ജെയിൻ എന്ന് പറഞ്ഞിട്ട് നൈക്കയുടെ. ഞാൻ പണ്ടത്തെ എന്നോട് കുറേ പേര് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ചേച്ചിയുടെ വീഡിയോസ് കണ്ടിട്ട് ജെയിൻ വാങ്ങി അടിപൊളി ഷെയ്ഡാണെന്നുണ്ട്. അതൊരു 1.5 ഷെയ്ഡാണ്. എത്ര കൊല്ലം കഴിഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ മുടി കെട്ടി വന്നു. ഇതേ പൊട്ട് തൊട്ടിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇനി നമുക്ക് കമ്മലും വാലയൊക്കെ ഇടാം. വളയൊന്നും പറഞ്ഞില്ല, ബിക്കോസ് ഇത് ഏകദേശം ഫുൾ ലെങ്ത്തുള്ളതാണ്. പിന്നെ ഇത് കമ്മലിട്ടു. പിന്നെ ഞാൻ ഒരു മറ്റേ ചുട്ടി പോലത്തെ സാധനം വെച്ചു. പിന്നെ ഞാൻ ഇതിന് മാല ഇട്ട് നോക്കിയിട്ട് എനിക്ക് മാല അങ്ങോട്ട് ഇട്ടിട്ട് എനിക്ക് അങ്ങോട്ട് വലിയ ഇഷ്ടമായില്ല. ഞാൻ ഊരിയാണ് ഉണ്ടായത്. നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ കമ്മലിടുന്നത് നല്ല ഭംഗിയുള്ള കമ്മലാട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഓ മൈ ഗോഡ്, ബ്യൂട്ടിഫുൾ കമ്മലാണ്. ഇതൊരു സെറ്റാട്ടോ, സാവേരി പേൾസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ലിങ്ക് ചെയ്യാം. മിന്ത്രയിലൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ഈസിലി എവിടെ നിന്നാണ് അവൈലബിൾ, നിങ്ങൾക്ക് അതിന് വാങ്ങിക്കോളാം. മാല ഞാൻ ഇട്ട് നോക്കൂ. പിന്നെ ഇട്ടപ്പോൾ എനിക്ക് തോന്നി ഭയങ്കര ഓവറാണ്. പക്ഷേ ഈ സീരീസൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരെല്ലാം ഇട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നി കുറച്ച് ഓവറാണ്. അതുകൊണ്ട് ഞാനത് ഊരി
ഊരിന് ശേഷം ഇപ്പം എന്താ ഊരിന് ശേഷം ഞാൻ പിന്നെ വിചാരിച്ചു ഇത്രയൊക്കെ മതി മുടി ഇങ്ങനെ മുന്നിലേക്ക് ഇടാന്നൊക്കെ വിചാരിച്ചു. പിന്നെ അതും ചെയ്തില്ല. അവസാനം ഞാനത് നിർത്തി കഴിഞ്ഞതാണ് നമ്മുടെ ലുക്ക്. നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടമായില്ലോ എന്ന് പറയാം.